എൻഡോസൾഫാൻ എന്ന കീടനാശിനി കാരണം കാസർഗോഡ് ജില്ലയിലെ 9 പഞ്ചായത്തുകളിലായി 100 കണക്കിന് മനുഷ്യർ മാരക രോഗങ്ങളുടെ പിടിയിൽ. ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಹಲವು ಭಾಗಗಳಲ್ಲಿ ಅಮಾಯಕ ಜನರ ಬದುಕನ್ನು ದಿಕ್ಕೆಡಿಸಿದ ಹೆಸರು ಎಂಡೋಸಲ್ಫಾನ್ ಪೀಡಿತರ ಬಗ್ಗೆ. అలాంటి పరిస్థితి దేవభూమిగా పిలిచే కేరళలోని కాసర్గోడ్ వాసులది. Kasaragod in Kerala, where hundreds are battling serious deformities, children are disabled and dozens paralyzed, all allegedly due to the rampant use of this pesticide. എൻഡോസൾഫാൻ വിഷമഴ ചീറ്റിയ ഹെലികോപ്റ്ററുകളുടെ ഹുങ്കാരാരവം നിലച്ചിട്ട് 2 പതിറ്റാണ്ടുകളാകുന്നു. മഴ തീർന്നിട്ടും തോരാത്ത മഴപ്പെയ്ത്ത് പോലെ അതിന്നും ഒരു ജനതയെ വിറങ്ങലിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. സത്യത്തെ മായ്ക്കാനും മറയ്ക്കാനുമുള്ള കെട്ടുകഥകൾക്കും അപ്പുറം പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട പ്രായത്തിലും പുഴുക്കളെ പോലെ ഇഴയാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാം ഇവിടെയെല്ലാം. ആർക്കും വേണ്ടാത്തവർ, ആരും തിരിഞ്ഞു നോക്കാത്തവർ, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവർ. 2016 ജൂലൈ മാസം 28-ാം തീയതി മാനന്തവാടി നോബർട്ടൈൻ സന്യാസ സമൂഹത്തിന് ബഹുമാനപ്പെട്ട ഗലാലച്ചനെയും എന്നെയും കൂടി കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രളേറ്റ് വിൻസെൻ്റ് മട്ടുമേലച്ചൻ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. പല സ്ഥലങ്ങളിൽ ഇതുമായ അന്വേഷണങ്ങളും യാത്രകളും ബഹുമാനപ്പെട്ട ഗലാലച്ചനും ഞാനും കൂടി നടത്തുകയുണ്ടായി. എന്നാൽ അതിനുശേഷമാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്താളുകളിൽ നിറയെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മേഖലകളിലൂടെ ഒരു യാത്ര ചെയ്യണമെന്ന് ഗലാലച്ചനും ഞാനും കൂടി തീരുമാനിച്ച് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള എൻമകജെ പഞ്ചായത്തിലൂടെ ഒരു യാത്ര നടത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ പല വീടുകൾ കയറിയിറങ്ങുമ്പോൾ ഒരു ഭവനത്തിൽ ഞങ്ങൾ ഒരു കുട്ടിയുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആ വീട് അടച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഗലാലച്ചനും ഞാനും കൂടി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു അനക്കം കാണുകയും ഞങ്ങൾ ജനലിൻ്റെ ഉള്ളിലൂടെ ആ ഭവനത്തിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. അമ്മ അവനുള്ള ഭക്ഷണം അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ പണിക്ക് പോയതാണ്. അവൻ്റെ ഭക്ഷണപാത്രത്തിൽ അവൻ്റെ വിസർജനവും ഭക്ഷണവും കൂടിക്കലർന്ന് അവൻ്റെ ശരീരം മുഴുവനും ആയി കിടക്കുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത്. അന്ന് അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെയും ഹൃദയത്തെയും വളരെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിരുന്നു. ഞങ്ങളങ്ങനെ എൻമകജെ പഞ്ചായത്തിലെ നിരവധിയായ ഭവനങ്ങൾ കയറിയിറങ്ങി ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. തുടങ്ങുമ്പോൾ ഏറ്റവും മനോഹരമായതും ഏറ്റവും നന്നായി ഒരു വികസനം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഉതകുന്ന എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിലുയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന ഒരു ദിനപരിചരണ കേന്ദ്രം തുടങ്ങാം എന്ന് വിചാരിക്കുകയും ചെയ്തു. 2017 ജൂൺ മാസം 19-ാം തീയതി നവജീവന സെൻറ്റർ ഫോർ എൻഡോസൾഫാൻ വിക്ടിംസ് എന്ന സ്ഥാപനം ആരംഭിച്ചു. കാലം അതിവേഗം യാത്രയാകുമ്പോൾ കണ്ണുനീർ താഴ്വരകളിൽ കണ്ണീരുമായി കഴിയുന്ന കുറെ പാവം അമ്മമാർ മരണത്തിൻ്റെ വിളിക്കായി തങ്ങളുടെ മക്കളെയും കൈകളിലേന്തി കാത്തിരിക്കുന്നവർ, മക്കളുടെ മരണശേഷം മാത്രമേ ഞങ്ങൾ മരിക്കാവൂ എന്ന് മാത്രം കരയാൻ വിധിക്കപ്പെട്ടവർ. എൻ്റെ പേരാണ് രേവതി. അപ്പോൾ നമ്മൾ 5 മക്കളിലെ 2ാമത്തെ ബ്രദറാണ് നാരായണ. അവന് ജനിക്കുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായിരുന്നു. പിന്നെ ജനിച്ച ശേഷം 40 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് തടി വെച്ചു.
തടി വെച്ചിട്ട് ആവുമ്പോൾ അമ്മ അച്ഛന് കൂലിപ്പണിയായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ ദൂരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ ശേഷം ഡോക്ടർ പറഞ്ഞു, ഒന്ന് ഇവിടെ ഇരുന്ന് കൊണ്ടേയിരിക്കുക, നടക്കാൻ പറ്റില്ല, എത്ര ചികിത്സ ചെയ്താലും ഒന്ന് നടക്കാനാണില്ല. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും വിഷമിച്ചിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് മോഹൻകുമാർ പറയുന്ന ഒരു എൻഡോസൾഫാൻ എൻ്റെ കാര്യമായിട്ട് പോയിരുന്ന ഒരു ഡോക്ടറാണ്. ഒരു ഇവിടെ വന്നിട്ട് നാരായണനെ കണ്ട് പറഞ്ഞു, ഒന്ന് നടക്കൂ, ഞാനൊരു മരുന്ന് തരട്ടെ, അത് എപ്പോൾ കൊടുക്കാനാ, അതിന് ശേഷം ഒന്ന് കുറച്ചായെങ്കിലും നടന്നു. പിന്നെ നവജീവനം പറഞ്ഞിട്ട് ഒരു സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോസച്ച പിന്നെ സിസ്റ്റർമാർ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടീനെ നമ്മുടെ സ്കൂളിലേക്ക് വിടുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. ഓനക്ക് അങ്ങനെ പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാനായില്ല. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവന് ആ സ്കൂൾ പറഞ്ഞാൽ ഓൾക്ക് ഒരു എൻ്റെ വീട് എങ്ങനെയുണ്ട് അതേപോലെ ആ സ്കൂളിനെ ഓൻ കാണുന്നുണ്ട്. പിള്ളേരെ അച്ഛന്മാരെ സിസ്റ്റർമാരെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. മതങ്ങൾക്കും അപ്പുറം ദൈവത്തെ എന്നും വിളിച്ച് കരയുന്ന ഇവിടുത്തെ മനുഷ്യ മക്കൾക്കരികിലേക്ക് ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് ഫാദർ ജോസ് ചെമ്പുകെട്ടിക്കാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിച്ചെന്നവരാണ് നോർബർട്ടിയൻ സന്യസ്തരും FCC സന്യാസിനി സമൂഹവും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും അത് മറ്റാരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഈ ശുശ്രൂഷ മേഖലയിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ തീർച്ചയായും അത് അനുഭവിക്കുവാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കും. പ്രത്യേകമായിട്ട് സംസാരിക്കുവാനോ നടക്കുവാനോ ഒക്കെ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ 2 വർഷക്കാലങ്ങളായി ഞാൻ ഈ മേഖലയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വർഗരാജ്യം ഉറപ്പാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ശുശ്രൂഷിക്കുമ്പോൾ എന്നൊക്കെ. ഇപ്പോൾ തീർച്ചയായും ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുമ്പോൾ ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ കഴിവുകളെയും നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഇവിടെ ചെയ്യുവാനായിട്ട് സാധിക്കുക. ദൈവം നമുക്ക് എല്ലാവിധ കഴിവുകളും നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിവില്ലാത്ത മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ കഴിവുകളപ്പുറം നമുക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുവാനും ഓരോ കുഞ്ഞുമക്കളിൽ ദൈവത്തെ കാണുവാനും അവർക്ക് നല്ല രീതിയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് സ്വർഗരാജ്യം സ്വീകരിക്കുവാനായിട്ട് പ്രാപ്തരാകുന്ന ഓരോ വ്യക്തിയെ ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിന് ഉറപ്പാണ്. ആരാരും കയറിച്ചെല്ലാത്ത താഴ്വരകളിലും മലയിടുക്കുകളിലും പീഡിതരായി കഴിയുന്ന മനുഷ്യരിൽ കാൽവരിയിലെ പീഡിതൻ്റെ മുഖം കണ്ടുകൊണ്ട് വേറോനിക്കയെ പോലെ അവരുടെ കണ്ണുനീരൊപ്പി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ഈ മനുഷ്യരുടെ നൊമ്പരങ്ങൾ തങ്ങളുടേതായി ചുമലിലേറ്റി വാങ്ങി ക്രൂശിതൻ്റെ പാതയോരം പിന്തുടർന്നവരാണ് ഈ സന്യാസിനികൾ. ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളാണ് ഇവരെന്ന് എനിക്ക് ബോധ്യമായി. മാലാഖമാരുടെ ഹൃദയവും മാലാഖമാരുടെ പുഞ്ചിരിയും ഈ മുഖങ്ങളിൽ, ഈ കണ്ണുകളിൽ കാണുവാൻ എനിക്ക് സാധിച്ചു. അത്രയും നിഷ്കളങ്കമാണ് ഈ ജീവിതങ്ങൾ. പാപം എന്തെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, നിയമം എന്തെന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല, മതം എന്തെന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല, ഈ ലോകത്തിൻ്റെ വേറൊരു കാര്യവും ഇവർക്കറിയില്ല. ഇവർ ദൈവത്തിൻ്റെ ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനും പുതിയ ജീവിതവും പുതിയ സന്തോഷവും പുതിയ ഒരു നവ സൃഷ്ടിയുമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ നമ്മളും ഹൃദയത്തിൽ വേദനയോടെ തിരിച്ചു വരുള്ളൂ. ഇവരുടെ മാതാപിതാക്കന്മാരുടെ വേദനയും ഇവരുടെ മാതാപിതാക്കന്മാരുടെ സങ്കടവും കണ്ണുനീരും അവരുടെ കഷ്ടപ്പാടും അവരുടെ ദുരിതവും അവർ ആയിരിക്കുന്ന ഈ മക്കളോടുള്ള അവരുടെ ഹൃദയത്തിലെ സ്നേഹവും ഒക്കെ
നമുക്ക് കണ്ടാൽ നമ്മുടെ ജീവിതത്തെ അത് വലുതായി ബാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള ഈ ജീവിതം, അല്ലാതെ ഇവർക്ക് വേണ്ടിയുള്ള ഈ ചെറിയ ശുശ്രൂഷകൾ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഹാരമില്ലാത്തവൻ ആഹാരമായും രോഗികൾക്ക് മരുന്നായും തകർന്ന ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകി നവജീവനായി മാറിയും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് യാത്രയാകുമ്പോൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന കുരുന്നുകളുടെ പുഞ്ചിരി വിടരുന്ന ആഘോഷങ്ങൾ ഇവരെ വീണ്ടും ക്രിസ്തുവിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നു. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകീടാം. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി സഭാധികാരികൾ നിയോഗിച്ചപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ദൈവം അനുവദിച്ചു. ഈ ശുശ്രൂഷയെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവുമില്ലായിരുന്നു. ആദ്യമായി ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അവർ കടന്നു പോകുന്ന ഒത്തിരിയേറെ വേദനയുടെയും ദുരിതത്തിൻ്റെയും അവസ്ഥകൾ നേരിട്ട് കണ്ടപ്പോൾ കർത്താവിൻ്റെ തിരുമുഖം അവരിൽ കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കാവുന്ന ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായി. ഇവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഈ നവജീവനയുടെ ഈ ഭവനം ബ്ലസ് ചെയ്തപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ അഭിവന്യ മെത്രാപ്പോലീത്ത ജോർജ് ഞെർലക്കാട്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞു: 4 വർഷം കൊണ്ട് ഈ ഒരു എളിയ ഭവനം ഇത്രയധികം വളർന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ശുശ്രൂഷയെ ദൈവം അത്രയേറെ വിലമതിക്കുന്നു, ദൈവം അത്രയേറെ ആഗ്രഹിക്കുന്നു, ഈ ശുശ്രൂഷയെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. അത് വളരെ സത്യമായിട്ട് പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. ഈ ഭവനത്തിൻ്റെ ഒരു നിർമ്മിതിയുടെ കാര്യത്തിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലപ്പോഴും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്. നമുക്കൊത്തിരി ഫണ്ടോ ഗവൺമെൻറ് സഹായങ്ങളൊന്നും തന്നെ ഇല്ല. പാവപ്പെട്ടവരായ സാധാരണ മനുഷ്യർ അവരുടെ നന്മയിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ചെറിയ തുകകൾ കൂട്ടി സംഭരിച്ചു വെച്ചും നോബർട്ടൈൻ സഭയുടെ അധികാരികൾ അവരുടേതായ സംഭാവനകൾ നൽകിയും അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത്. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഒത്തിരിയേറെ പേർ സഹായിക്കുന്ന കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ യൂണിഫോം, അവരുടെ യാത്രാ ചെലവ്, അവരുടെ ഭക്ഷണം, ഇതെല്ലാം വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇവരുടെ വീടുകളിൽ ചെന്നപ്പോഴാണ് ഇവരുടെ ഒരു ദയനീയ സ്ഥിതി മനസ്സിലായത്. വയ്യാത്ത കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത മാതാപിതാക്കൾ. അപ്പോൾ ആദ്യമേ തന്നെ അവരെ ജോലിക്ക് അയക്കുന്നതിനായി കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരെ ശുശ്രൂഷിക്കുക, പകൽ സമയങ്ങളിൽ അവരെ നോക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. വീണ്ടും അവരുടെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവർക്ക് ഒരു ബാധ്യതയാണ്. അപ്പോഴിവിടെ ഞങ്ങളുടെ ഡയറക്ടറച്ചൻ പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങളൊരു ബാധ്യതയല്ല, സാധ്യതയാണെന്ന് അവരെയും മാതാപിതാക്കളെയും ബോധ്യപ്പെടുത്തക്ക വിധം കുഞ്ഞുങ്ങൾക്കൊരു വരുമാനം എന്നുള്ളൊരാശയം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ സോപ്പ്, ലോഷൻ, ഫിനോയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് നമ്മൾ വിൽക്കുന്നു. അതിൻ്റെ തുക കുഞ്ഞുങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ നമ്മുടെ നവജീവനിലെ മുതിർന്ന കുട്ടികൾക്ക് ഒരു വർഷത്തിൽ ഏകദേശം 10,000 രൂപ അവർ സ്വന്തം അവരധ്വാനിച്ച് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആട്, കോഴി,
കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ ഇവയെല്ലാം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒത്തിരിയേറെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശുശ്രൂഷയിലൂടെ സാധിച്ചു. പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന നിലയിൽ ഞാനിവിടെ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, തഞ്ചു എന്ന ഓമനപ്പേരിൽ ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ തൻസീഹ്, ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഏകദേശം 1.5 വയസ്സ് 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് എണീക്കുവാനോ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയുവാനോ സംസാരിക്കുവാനോ ഒന്നും കഴിയാതെ ഒരു മാംസപിണ്ഡം പോലെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഫിസിയോതെറാപ്പിക്കായി കൊണ്ടുവരുമ്പോൾ റിപ്പോർട്ടുകൾ നോക്കി ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, ഈ കുഞ്ഞിന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, കാരണം അവൻ്റെ ബ്രെയിൻ ഓൾറെഡി അത്രയേറെ ഡാമേജ് ആയിട്ട് പോയിരിക്കുന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ കുഞ്ഞിനുണ്ടാകില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് പെട്ടെന്ന് മനസ്സിൽ ദൈവം തോന്നിച്ച ഒരു മറുപടി, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. ഈ മറുപടി തന്നെ അവരോട് പറഞ്ഞു, ഫിസിയോതെറാപ്പിസ്റ്റിനോടും പറഞ്ഞു, നമുക്ക് വെറുതെ ഫിസിയോതെറാപ്പി ചെയ്യാം, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അത്ഭുതകരമായിട്ട് നവജീവനയിൽ ഏറ്റവും അധികം ഓടിച്ചാടി നടക്കുകയും ഞങ്ങളുടെ പോലും പേരുകൾ മറക്കാതെ ഓർത്തിരിക്കുകയും എല്ലാവരെയും തിരിച്ചറിയുകയും നല്ല രീതിയിൽ പാട്ടുകൾ പാടുകയും ചെയ്യുന്ന ഓമന കുഞ്ഞായിട്ട് ഞങ്ങളുടെ തഞ്ചു ഇതിലൂടെ ഓടി നടക്കുമ്പോൾ അത് ദൈവപരിപാലനയുടെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ശുശ്രൂഷയിൽ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, നവജീവൻ. വിഷമഴയേറ്റ് തളർന്നുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കരുത്ത് പകരുവാനും ജീവൻ പകരുവാനും ഇവിടുത്തെ ശുശ്രൂഷകൾക്കാകുന്നുണ്ട്. അതിനുള്ള വലിയ അഭിഷേകം തമ്പുരാൻ ഓരോ നിമിഷവും വർഷിക്കുന്നു എന്നതിൽ ഒത്തിരിയേറെ കൃതജ്ഞത ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു, തമ്പുരാനോട് നന്ദി പറയുന്നു. ചിരിതൂകി കാത്തിരിക്കുന്ന കുരുന്നുകൾക്കായി ഒരു ഭവനം എന്ന സ്വപ്നം ദൈവം ഏറ്റെടുത്തപ്പോൾ എല്ലാം അവനിലൂടെ പൂർത്തിയാവുകയായിരുന്നു. സങ്കടങ്ങളിൽ ഒന്ന് കരയാൻ പോലും കഴിയാത്ത കുരുന്നുകൾക്ക് അമ്മയാകാൻ സ്നേഹം നൽകി കുറവുകളിൽ കൂടെ നിന്ന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ നവജീവന സ്പെഷ്യൽ സ്കൂളുകൾക്ക് കഴിയുന്നു. കണ്ണുനീർ തോരാത്ത കവിളുകളിൽ പുഞ്ചിരിയുടെ പൂമൊട്ടുകൾ വിരിയുന്നതും ഈ സ്കൂളുകളിൽ കാണാൻ കഴിയും. നവജീവന സ്പെഷ്യൽ സ്കൂളിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ഇവിടേക്ക് വരുന്നുള്ളത് ഒന്നും മനക്കാൻ പറ്റാത്ത കുട്ടികളായിട്ട് കയ്യിലെടുത്തുകൊണ്ടാണ് മിക്ക പാരൻസ് ഇവിടെ വരാറുള്ളത്. അതിലിപ്പോൾ ഒരു 6-7 കുട്ടികൾ അത്യാവശ്യം അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാനും എഴുന്നേറ്റിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇവിടെ കാണുന്ന കുട്ടികളിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും ഇവിടെയുള്ള ഓരോ സ്റ്റാഫ്സിനും അതൊരു വലിയ സന്തോഷമാണ്. ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന എനിക്കും തോന്നുന്നത് ഇവിടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് അതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നുള്ളത്. കുട്ടികളുടെ ഓരോ ചിരിയും അവരുടെ ഓരോ സംസാരവും അവർ ഓരോ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നതും കാണുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്കത് നമുക്ക് എവിടെ പോയാലും നമ്മളെ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടാത്തൊരു സന്തോഷം തന്നെയാണ്. Horns on the bus do. Horns on the bus do. Beep 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 beep. Very good. Watermelon. Watermelon. Pata. Very good girl. നോക്കിട്ട് വെക്ക്. Good girl. സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നവജീവന സ്പെഷ്യൽ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. പലതരം സംസാര വൈകല്യങ്ങളുള്ള കുട്ടികളെ കാണാനും പരിചരിക്കാനും സാഹചര്യമുണ്ടായി ഇവിടെ വന്നിട്ട്. അപ്പം ഒട്ടും തന്നെ സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ വേർഡ് ലെവലിലോ സെൻറ്റൻസ് ലെവലിലോ എത്തുന്നത് കാണുമ്പോൾ അവിടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന സന്തോഷം അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആർക്കെങ്കിലും വീക്സിൻ്റെ നെയിംസ് പറയാൻ പറ്റുമോ?
റൈഷാന പറയൂ അല്ലേ? പറയല്ലേ? ഒരിക്കൽ പറഞ്ഞ റൈഷാന എണീച്ചേ. ആരും മനുഷ്യനായി പോലും പരിഗണിക്കാത്ത ഈ കുരുന്നുകളെ ചെറു ചെറു കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ആദ്യാക്ഷരത്തിൻ്റെ തിരിതെളിച്ച് ഇവരുടെ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷങ്ങളാക്കി മാറ്റി ദൈവത്തിന് നന്ദിയായി ഈ ജീവിതത്തെ സമർപ്പിക്കുകയാണ് സന്യാസി സമൂഹം. മാറി മാറി വരുന്ന ഭരണങ്ങളുടെ അധികാരമോഹങ്ങൾക്ക് മുൻപിൽ തളർന്നു വീഴുന്ന എന്മകജയിലെ പോരാളികൾക്ക് മുൻപിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച് നടന്നു നീങ്ങുന്ന ഇവരെ നോക്കി അമ്മമാർ പറയും, ഇവർ ക്രിസ്തുവിൻ്റെ ആളുകളാണ്, ക്രിസ്ത്യാനികളാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. അതാണ് ക്രിസ്തു ഇവരെ പഠിപ്പിച്ചത്, സ്നേഹിക്കാൻ, അതിലൂടെ നവജീവനാകാൻ.